മലയാള സിനിമയിൽ നിലവിലൊരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. മികച്ച മൗത്ത് പബ്ലിസിറ്റി. ഈ പ്രതികരണം ലഭിച്ചാൽ പിന്നെ ഉറപ്പിക്കാം സിനിമ വൻ വിജയമാകും. ഈ ട്രെൻഡിന് തുടക്കമിട്ടത് ഒരുപക്ഷെ രോമാഞ്ചം എന്ന യുവതാര ചിത്രമാണ്. യാതൊരു ഹൈപ്പോ മുൻധാരണകളോ ഇല്ലാതെ എത്തിയ ചിത്രം സ്വന്തമാക്കിയത് 2023 ഹിറ്റ് സിനിമ എന്ന സ്ഥാനമാണ്. ഇന്നിതാ രോമാഞ്ചം റിലീസ് ചെയ്തിട്ട് ഏകദേശം ഒരു വർഷം തികയുകയാണ്. 2023 ഫെബ്രുവരി 3 രോമാഞ്ചം റിലീസ് ചെയ്തത്. ജിത്തു മാധവനായിരുന്നു സംവിധാനം. സൗബിൻ ഷാഹിറും അർജുൻ അശോകനും ഒപ്പം ഒരു കൂട്ടം പുതുമുഖങ്ങളും അണിനിരന്ന ചിത്രം തിയേറ്ററുകളിൽ ഒന്നാകെ ചിരി പടർത്തിയിരുന്നു. ഓരോ ഷോ കഴിയുന്തോറും രോമാഞ്ചത്തിന് പ്രേക്ഷകപ്രിയം കൂടി വന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ തിയേറ്ററുകളിൽ ഇടതടവില്ലാതെ ചിരി പടർത്തി. മുൻവിധികളെ മാറ്റിമറിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ ചെറുതല്ലാത്ത ചലനം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്ത ഒരു വർഷമാകുമ്പോൾ രോമാഞ്ചം ആകെ മൊത്തം നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വരികയാണിപ്പോൾ. പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് പ്രകാരം 70 കോടിയാണ് രോമാഞ്ചത്തിന്റെ ആഗോള കളക്ഷൻ. കേരളത്തിൽ 42.2 കോടി, റെസ്റ്റ് ഓഫ് ഇന്ത്യ 4.18 കോടി, ഡൊമസ്റ്റിക് 46.38 കോടി, ഓവർസീസ് 23.3 കോടി എന്നിങ്ങനെയാണ് കണക്ക്. 2023 ഹിറ്റായ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 4-ാം സ്ഥാനത്താണ് രോമാഞ്ചമുള്ളത്. 2018 RDX, കണ്ണൂർ സ്ക്വാഡ് എന്നിവയാണ് യഥാക്രമം 1 മുതൽ 3 വരെ സ്ഥാനങ്ങളിലുള്ളത്. ഓൾ ടൈം മലയാളം ഹിറ്റുകളിൽ രോമാഞ്ചവുമുണ്ട്.